നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ശബരി വിമാനത്താവള ഭൂമിയുടെ ഉടമസ്ഥാവകാശം പാലാ സബ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ ഒരുങ്ങി സർക്കാർ. നടപടി തുടങ്ങാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം. കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ കലുങ്ക് നിർമ്മാണം രണ്ടാം ഘട്ടം തുടങ്ങി. ആദ്യ ഭാഗം പൂർത്തീകരിച്ചിട്ടില്ല. ഒരു മാസം ഇതുവഴി ഒരു വരി ഗതാഗതം വീർപ്പുമുട്ടി കാഞ്ഞിരപ്പള്ളി. സ്വർണ്ണവിലയ്ക്ക് റോക്കറ്റിനേക്കാൾ വേഗം. പവന് ഇന്നു മാത്രം കൂടിയത് 8,640 രൂപ. പവന് 1,31,160 രൂപ. ഒരു പവൻ വാങ്ങാൻ 1.5 ലക്ഷം രൂപ. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസിന്റെ സേഫ് ഓട്ടോ പദ്ധതി പാലായിൽ തുടക്കം. ഓട്ടോറിക്ഷകളിൽ സേഫ് ഓട്ടോ സ്റ്റിക്കർ പതിച്ചു. വാർത്തകൾ വിശദമായി. ശബരിമല വിമാനത്താവള ഭൂമി ഉടമസ്ഥാവകാശ തർക്കത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങി സർക്കാർ. ഇതിനുള്ള നടപടികൾ തുടങ്ങാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ചെറുവള്ളി എസ്റ്റേറ്റിലെ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിക്കായുള്ള ഭൂമി ഉടമസ്ഥാവകാശ തർക്കത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ ഒരുങ്ങുന്നു. ഇതിനുള്ള നടപടികൾ ആരംഭിക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഭൂമി ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ സംസ്ഥാന സർക്കാർ നൽകിയിരുന്ന ഹർജി കഴിഞ്ഞ ദിവസം പാലാ സബ് കോടതി തള്ളിയിരുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ കീഴിലെ അയന ചാരിറ്റബിൾ ട്രസ്റ്റും ഹാരിസൺ മലയാളം കമ്പനിയുമാണ് സർക്കാരിന്റെ എതിർകക്ഷികൾ. ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം സംസ്ഥാന സർക്കാർ റദ്ദാക്കിയതിന് പിന്നാലെയാണ് പാലാ സബ് കോടതിയിലുണ്ടായ തിരിച്ചടി. പാലാ സബ് കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അയന ചാരിറ്റബിൾ ട്രസ്റ്റും ഹാരിസൺ മലയാളവുമായും കഴിഞ്ഞ 6 വർഷമായി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സർക്കാർ നിയമ പോരാട്ടത്തിലാണ്. ചെറുവള്ളി എസ്റ്റേറ്റും സമീപ പ്രദേശങ്ങളും ഏറ്റെടുക്കുന്നതിനായി സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങളും അനുബന്ധ റിപ്പോർട്ടുകളും കേരള ഹൈക്കോടതി റദ്ദ് ചെയ്തിരുന്നു. വിമാനത്താവളത്തിനായി 2,570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നത് അത്യാവശ്യമാണോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല. വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും 1,200 ഏക്കർ മതിയാകും എന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. ഒരു പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് ആ പദ്ധതിക്ക് ആവശ്യമുള്ള ഏറ്റവും കുറഞ്ഞ അളവ് ഭൂമിയായിരിക്കണം. എന്നാൽ ശബരി വിമാനത്താവളത്തിന് ഇത്രയുമധികം ഭൂമി എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതിൽ സോഷ്യൽ ഇംപാക്ട് അസസ്മെന്റ് യൂണിറ്റും എക്സ്പെർട്ട് കമ്മിറ്റിയും സർക്കാരും പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, എരുമേലി. ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളി പൂതക്കുഴി ഭാഗത്ത് കലുങ്കിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങി. മുന്നറിയിപ്പില്ലാതെ കലുങ്ക് പണി ആരംഭിച്ചത് യാത്രക്കാരെ വട്ടം കറക്കുന്നു. ഒരു മാസക്കാലം ഇവിടെ ഒരു വരി ഗതാഗതം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ദേശീയപാത വിഭാഗം അറിയിച്ചു. ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളിക്കും 26 മൈലിനുമിടയിൽ പൂതക്കുഴി ഭാഗത്ത് കലുങ്കിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു. സെപ്റ്റംബർ 11-നാണ് കലുങ്കിന്റെ പകുതി ഭാഗം പൊളിച്ച് നിർമ്മാണം ആരംഭിച്ചത്. 2.5 മാസം പിന്നിട്ടിട്ടും ഇവിടെ ടാർ ചെയ്ത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ദുരവസ്ഥ നിലനിൽക്കെയാണ് രണ്ടാം ഘട്ട നിർമ്മാണം തുടങ്ങിയത്. ആദ്യം പൊളിച്ചിട്ട ഭാഗം ടാർ ചെയ്യാത്തതിനാൽ ഇവിടെ മെറ്റൽ ഇളകിക്കിടക്കുകയാണ്. പൊടിശല്യവും രൂക്ഷമാണ്. ഇപ്പോൾ എതിർവശവും പകുതിയോളം കുഴിച്ചിട്ടിരിക്കുകയാണ്. ടാർ ചെയ്യാത്ത ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഒരു വരി മാത്രമാണ് ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. ഗതാഗത കുരുക്കിൽ നട്ടം തിരിയുന്ന കാഞ്ഞിരപ്പള്ളിയിൽ ഇപ്പോൾ കുരുക്ക് ഇരട്ടിയായി. രാവിലെയും വൈകുന്നേരങ്ങളിലും മണിക്കൂറുകളോളം വാഹനങ്ങളുടെ നിരയാണ്. സമാന്തര റോഡുകളിലൂടെയെല്ലാം വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നുണ്ട്. ഒരു മാസത്തേക്ക് കലുങ്കിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഒരു വരി ഗതാഗതം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചതിനാലാണ് കലുങ്ക് പുതുക്കി പണിയുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സംസ്ഥാനത്ത് സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. ഒറ്റ ദിവസം കൊണ്ട് പവന് 8,640 രൂപയാണ് കൂടിയത്. പവന് 1,31,160 രൂപ. സ്വർണ്ണവിലയിൽ ഇങ്ങനെയൊരു വർധന ചരിത്രത്തിൽ ആദ്യം. ഇന്നു മാത്രം സംസ്ഥാനത്ത് പവന് കൂടിയത് 8,640 രൂപ. 1,31,160 രൂപയാണ് പവന്. ഗ്രാമിന് 1,080 രൂപ കൂടി 16,395 രൂപയായി. 3% GSTയും മിനിമം 10% പണിക്കൂലിയും 53.10 രൂപ ഹോൾമാർക്ക് ഫീസും ചേരുമ്പോൾ ഒരു പവൻ വാങ്ങാൻ 1.5 ലക്ഷം രൂപയ്ക്കടുത്ത് നൽകണം. 1 ഗ്രാം വാങ്ങാൻ പണിക്കൂലി ഉൾപ്പെടെ 18,582 രൂപയാകും. ഈ മാസം ഇന്നുവരെ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത്. ജനുവരി 1-ന് 99,040 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ആദ്യ പകുതിയിൽ നേരിയ ഏറ്റക്കുറച്ചിലുകളോടെ വില വർദ്ധിച്ച് ജനുവരി 18ഓടെ 1,05,440 രൂപയിലെത്തി. ഈ ഘട്ടത്തിൽ ഏകദേശം 6.5% വർധനവാണ് രേഖപ്പെടുത്തിയത്. ജനുവരി 19 മുതലാണ് സ്വർണ്ണവില കുത്തനെ ഉയർന്നത്. അന്ന് 1,07,000
7,000 രൂപയും ജനുവരി 20-ന് 1,09,840 രൂപയും കടന്നു. ജനുവരി 21-ന് ഒറ്റ ദിവസം 5,000 രൂപ വർദ്ധിച്ച് വില 1,14,840 രൂപയിലെത്തി. ജനുവരി 27-ന് പവന് 3,670 രൂപയുടെ വർധന രേഖപ്പെടുത്തി പവന് 1,22,520 രൂപയായി. ഒറ്റ മാസം കൊണ്ട് 20% വർധനവാണ് വിലയിലുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പോലീസ് സേന നടപ്പാക്കുന്ന സേഫ് ഓട്ടോ പദ്ധതി പാലായിൽ തുടങ്ങി. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ സുരക്ഷിതമായ യാത്ര ഒരുക്കുകയാണ് ലക്ഷ്യം. കൊട്ടാരമറ്റം ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷകൾക്ക് സേഫ് ഓട്ടോ എന്ന സ്റ്റിക്കർ പതിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും വിശ്വാസ്യതവുമായ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്നതിനായി ജനമൈത്രി സുരക്ഷാ പ്രൊജക്ടിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയായ സേഫ് ഓട്ടോ പദ്ധതി പാലായിൽ ആരംഭിച്ചു. യാത്രക്കാരുമായി ആദ്യം ഇടപെടുന്നവർ എന്ന നിലയിൽ ഡ്രൈവറുടെ പെരുമാറ്റം, സമീപനം എന്നിവ യാത്രക്കാരുടെ സുരക്ഷാബോധത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നതിനാൽ പൊതുജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനായി കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലാ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പാലാ ട്രാഫിക് യൂണിറ്റ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാറും ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പദ്ധതി നടപ്പാക്കിയത്. കൊട്ടാരമറ്റം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകളിൽ സേഫ് ഓട്ടോ എന്ന സ്റ്റിക്കർ പതിപ്പിച്ച് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. യാത്രക്കിടയിൽ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായാൽ സ്റ്റിക്കറിൽ കൊടുത്തിരിക്കുന്ന 112 എന്ന നമ്പർ ഡയൽ ചെയ്താൽ പോലീസിന്റെ സേവനം ലഭിക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോട്ടയം ജില്ലാ പോലീസിന്റെ നിർദ്ദേശാനുസരണം പാലാ ട്രാഫിക് യൂണിറ്റ് പാലായിലെ എല്ലാ ഓട്ടോറിക്ഷകളിലും 112 എന്ന നമ്പർ ഉള്ള സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രായമായവരും സാധാരണക്കാരും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷയിൽ കയറുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ, പോലീസിൻ്റെ സേവനം ആവശ്യമായിട്ട് വന്നാൽ പെട്ടെന്ന് അവർക്ക് ആരെ വിളിക്കണം എന്നുള്ളൊരു അങ്കലാപ്പ് വരാറുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി 112 എന്ന നമ്പർ ഓട്ടോറിക്ഷയുടെ അകത്തും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് കാണത്തക്ക വിധം ഗ്ലാസിലും ഒട്ടിക്കുകയാണ്. ആ പദ്ധതി കേരളത്തിലുടനീളം നടപ്പാക്കി വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാലായിലും ഈ പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. ചിറക്കടവ് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് സദസ്സും ലഹരി വിരുദ്ധ സെമിനാറും നടത്തി. ചിറക്കടവ് SRV NSS സ്കൂളിലായിരുന്നു പരിപാടി. സംസ്ഥാന ലൈബ്രറി കൗൺസിലും ചിറക്കടവ് പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി റിപ്പബ്ലിക് സദസ്സും ലഹരി വിരുദ്ധ സെമിനാറും നടത്തി. യുവതലമുറയിൽ ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി നൽകുക എന്നതായിരുന്നു ലഹരി വിരുദ്ധ സെമിനാറിന്റെ ലക്ഷ്യം. ചിറക്കടവ് SRV NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സെമിനാർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് PK ബാബുലാൽ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതേതരത്വം അതുപോലെ തന്നെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ തുല്യനീതി, ജനാധിപത്യമൊക്കെ തന്നെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് നമുക്ക് ഈ ഭരണഘടനയുടെ നേടിത്തരുന്നത്. പക്ഷെ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ അതിലെന്തെങ്കിലും അപജയം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതും അതിനെ തിരുത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമുക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്, ചോദിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും മതനിരപേക്ഷതയ്ക്കും സാഹോദര്യത്തിനും അനുസൃതമായിട്ട് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് എന്നുള്ളതാണ് ഈ ഭരണഘടനയിലൂടെ നമ്മൾ വെളിവാകുന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ അംഗം TP രാധാകൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷകനായി. N ശശികുമാർ, KR ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള ഇളനീർ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. തിരുനക്കര ക്ഷേത്രാങ്കണത്തിൽ നിന്നാണ് ഇളനീർ തീർത്ഥാടനം ആരംഭിച്ചത്. കോട്ടയം തിരുവാതുക്കൽ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ദീപപ്രയാണത്തോടെയാണ് നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലെ ഇളനീർ തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് തിരുനക്കര ശിവശക്തി ഓഡിറ്റോറിയത്തിൽ തീർത്ഥാടകർ സംഗമിച്ചു. ഇതിനുശേഷം നടന്ന ഇളനീർ തീർത്ഥാടന സമ്മേളനം SN ട്രസ്റ്റ് ബോർഡ് അംഗം ആശ തുഷാർ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം യൂണിയൻ കൺവീനർ സുരേഷ് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി സുഷമ മോനപ്പൻ ആദ്യ താലം കൈമാറി. തുടർന്ന് തിരുനക്കര ക്ഷേത്രത്തിൽ നിന്നും ഇളനീർ തീർത്ഥാടനം ആരംഭിച്ചു. ഇളനീർ തീർത്ഥാടന സമർപ്പണം, പുഷ്പാഭിഷേകം, മഹാപ്രസാദമുട്ട് എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി BRCയുടെയും പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിലെ NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി സംഗമം നടന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടായിരുന്നു സംഗമം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട നിരവധി കുഞ്ഞുങ്ങൾ പങ്കെടുത്ത പരിപാടി NSS വോളണ്ടിയർമാർക്ക് നവ്യ അനുഭവമായി.
ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DPC ധന്യ പി വാസു മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി DEO റോഷ്ന അലിക്കുഞ്ഞ്, കാഞ്ഞിരപ്പള്ളി BPC അജാസ് വാരിക്കാടൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI രാജേഷ് മണിമല തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ കോഴിക്കോടും പുരുഷ വിഭാഗത്തിൽ കോട്ടയവും ചാമ്പ്യന്മാരായി. വനിതകൾ 64-54 എന്ന സ്കോറിലും പുരുഷന്മാർ 73-49 എന്ന സ്കോറിലുമാണ് എതിർ ടീമുകളെ പരാജയപ്പെടുത്തിയത്. 50ാമത് സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിൻ്റെ വനിതകളും കോട്ടയത്തിൻ്റെ പുരുഷന്മാരും ജേതാക്കളായി. ചാലഞ്ചേഴ്സ് ബാസ്കറ്റ്ബോൾ ക്ലബ്ബ്, സ്റ്റാർട്ടിംഗ് 5 സ്പോർട്സ് മാനേജ്മെന്റിന്റെ പിന്തുണയോടെ കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ പാല അൽഫോൻസ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത്. വനിതാ ഫൈനലിൽ പ്രോവിഡൻസ് SHS, സിൽവർ ഹിൽ സ്കൂൾ എന്നിവയിലെ താരങ്ങളുമായി ഇറങ്ങിയ കോഴിക്കോട് 64-54 ആലപ്പുഴയെ പരാജയപ്പെടുത്തി വനിതാ കിരീടം നേടി. ആൺകുട്ടികളുടെ ഫൈനലിൽ ആതിഥേയരായ കോട്ടയവും നിലവിലെ ചാമ്പ്യന്മാരായ തൃശ്ശൂരിനെ 73-49 പരാജയപ്പെടുത്തി വിജയികളായി. മലപ്പുറത്തിന്റെ വനിതകൾക്കും കോഴിക്കോടിന്റെ ആൺകുട്ടികൾക്കും വെങ്കലം ലഭിച്ചു. മലപ്പുറം വനിതകൾ കണ്ണൂരിനെ 52-37 പരാജയപ്പെടുത്തിയപ്പോൾ കോഴിക്കോട് ഇടുക്കിയെ 68-64 പരാജയപ്പെടുത്തി വെങ്കലം നേടി. സമാധാന ചടങ്ങിൽ പാലാരൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, ബിൽഡിംഗ് സ്റ്റഡി സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ്, പാലാരൂപത കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകലായിൽ, CSI കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബാസ്റ്റൻ മംഗലത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. നാഷണൽ ബുക്ക് സ്റ്റാളിന്റെ നേതൃത്വത്തിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 11 വരെ നീണ്ടുനിൽക്കുന്ന പുസ്തകോത്സവം കോട്ടയത്ത് സംഘടിപ്പിക്കുന്നു. 25ഓളം പ്രസാധകരുടെ പുസ്തകങ്ങൾ 5 മുതൽ 50% വരെ വിലക്കിഴിവിൽ മേളയിൽ ലഭിക്കും. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ കോട്ടയം ആസ്ഥാനത്തുള്ള പൊൻകുന്നം വർക്കി ഹാളിൽ എല്ലാ ദിവസവും രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെയാണ് പുസ്തകോത്സവം. 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പുസ്തകോത്സവം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. മനോരമ ജംഗ്ഷനുള്ള SPCSന്റെ മുകളിലുള്ള നമ്മുടെ ഹാളിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 7:30 വരെയുള്ള സമയത്താണ് ഈ പുസ്തകോത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖരായ 25ഓളം പ്രസാധകരുടെ പുസ്തകങ്ങൾ നമ്മുടെ ഈ മേളയിൽ ലഭ്യമാണ്. ഇതിൽ ഏതാണ്ട് 5% മുതൽ 50% വരെ ഡിസ്കൗണ്ടുകൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരി വിമാനത്താവള ഭൂമിയുടെ ഉടമസ്ഥാവകാശം പാലാ സബ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ ഒരുങ്ങി സർക്കാർ. നടപടി തുടങ്ങാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് നിർദ്ദേശം. കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ കലുങ്ക് നിർമ്മാണം 2ാം ഘട്ടം തുടങ്ങി. ആദ്യ ഭാഗം പൂർത്തീകരിച്ചിട്ടില്ല. 1 മാസം ഇതുവഴി ഒരു വരി ഗതാഗതം വീർപ്പുമുട്ടി കാഞ്ഞിരപ്പള്ളി. സ്വർണ്ണവിലയ്ക്ക് റോക്കറ്റിനേക്കാൾ വേഗം. പവന് ഇന്ന് മാത്രം കൂടിയത് 8,640 രൂപ. പവന് 1,31,160 രൂപ. 1 പവൻ വാങ്ങാൻ 1.5 ലക്ഷം രൂപ. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസിന്റെ സേഫ് ഓട്ടോ പദ്ധതി പാലായിൽ തുടക്കം. ഓട്ടോറിക്ഷകളിൽ സേഫ് ഓട്ടോ സ്റ്റിക്കർ പതിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.